Hi dears, നിങ്ങൾ എല്ലാവരും നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ജെനറ്റിക്സ് ഓഫ് ലൈഫ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അതിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഏരിയ ആണ് അല്ലെ നമ്മുടെ മെന്റലിന്റെ ക്രോസ് എന്ന് പറയുന്നത്, മോണോ ഹൈബ്രിഡും ഡൈ ഹൈബ്രിഡും. അപ്പൊ ആ ഒരു പോർഷനിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളതും വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അറ്റൻഡ് ചെയ്യാം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം പഠിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ ഓഫ് എ മോണോ ഹൈബ്രിഡ് ക്രോസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. അല്ലെ, മോണോ ഹൈബ്രിഡ് ക്രോസ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സോ 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്താ ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും യൂഷ്വലി ഈ ഒരു ഏരിയയിൽ നിന്ന് വരെ. എന്തായാലും ഈ ഒരു പോർഷൻ ഒന്നെങ്കിൽ മോണോ ഹൈബ്രിഡ് അല്ലെങ്കിൽ ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഓക്കെ, യെസ്, അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ക്രോസ് കൊടുത്തിട്ടുണ്ട്. സീഡ് അല്ലെ, റൗണ്ട് സീഡും റിങ്കിൾഡ് സീഡുമാണ് എടുത്തിട്ടുള്ളത്. സോ ഗ്യാമേറ്റ്സ് എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, മോണോ ഹൈബ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാരക്ടർ ആയിരിക്കും അല്ലെ. ഇവിടുത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താണ്? സീഡിന്റെ ഷേപ്പ് എന്നുള്ളതാണ്. സോ റൗണ്ടും എടുത്തിട്ടുണ്ട്, റിങ്കിൾഡും. നമ്മൾ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആണ് എടുക്കുക. റൗണ്ടിന്റെ നേരെ കോൺട്രാസ്റ്റിംഗ് ആണ് റിങ്കിൾഡ്. ഫൈൻ. യെസ്, അപ്പൊ നമ്മൾ F1 കിട്ടണം എന്നുണ്ടെങ്കിൽ പാരന്റ്സിനെ തമ്മിൽ ക്രോസ് ചെയ്യണം. ദിസ് ഈസ് ദ വൺ പാരന്റ്, ദിസ് ഈസ് ദ അനദർ പാരന്റ്സ് അല്ലെ. സോ നമ്മൾ എന്താ, റൗണ്ട് എന്ന് പറയുന്നത് ഡോമിനന്റ് ക്യാരക്ടർ ആണ്. ഇവിടെ എടുത്തിട്ടുള്ളത് എന്താണ്? യെസ്, ഹോമോസൈഗസ് കണ്ടീഷൻ ആണ്. ഹോമോസൈഗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? യെസ്, 2 അല്ലീലുകളും ഒരേപോലെ വരുന്നത് ഹോമോസൈഗസ് ആണെന്ന് മനസ്സിലാക്കുക. ഇതും ഹോമോസൈഗസ് ആണ്. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സീഡ് അല്ലെ, R എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഡോമിനന്റ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഇതാണ് ഇവിടെ സ്മോൾ r എന്നുള്ളതാണ് റിസസീവ് എന്നുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ, യെസ്, അപ്പൊ ഇവിടെ എടുത്തിട്ടുണ്ട് ക്യാപിറ്റൽ R ആൻഡ് സ്മോൾ r ആണ്. സോ അടുത്ത സ്റ്റെപ്പ് അല്ലെ, ഫസ്റ്റ് പാരന്റ്സ് എഴുതുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ ഗ്യാമേറ്റ്സുകളാണ് എഴുതേണ്ടത്. ഓക്കെ, ഗ്യാമേറ്റ്സ് എഴുതുമ്പോ എന്താ, ഇവിടെ 2 സ്ഥലത്തും ക്യാപിറ്റൽ R ആണ് വരുന്നത്. സോ നമുക്ക് ഒരൊറ്റ ടൈപ്പ് ഗ്യാമേറ്റ് കിട്ടുള്ളൂ അല്ലെ. സോ ഇവിടെ എന്ത് ചെയ്തു? ക്യാപിറ്റൽ R എന്ന് പറയുന്ന ഗ്യാമേറ്റ് ഇവിടെ കണ്ടോ. യെസ്, സ്മോൾ r എന്ന് പറയുന്ന ഗ്യാമേറ്റ്. കാരണം എന്താ, രണ്ടും ഒരേ ടൈപ്പാ, ഒറ്റൊന്നും നമുക്ക് എടുക്കാനുള്ളൂ. സോ സ്മോൾ r. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ എന്താ എഴുതേണ്ടത്? ഗ്യാമേറ്റ്സ് ആണ്. സോ ഗ്യാമേറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങൾക്ക് കിട്ടേണ്ടത് F1 ആണ്, ഫസ്റ്റ് ജനറേഷൻ. ഓക്കെ, അത് എഴുതാൻ വളരെ സിമ്പിൾ ആണ്. എങ്ങനെ എഴുതാ? യെസ്, ഇവിടെ ക്യാപിറ്റൽ R ഉണ്ട്, ഇവിടെ സ്മോൾ r ഉണ്ട്. അപ്പൊ F1 എന്തായിരിക്കും? യെസ്, ക്യാപിറ്റൽ R, ദിസ് സ്മോൾ r, ദിസ് ഈസ് ദ F1. ഓക്കെ, യെസ്, അടുത്ത നമുക്ക് നോക്കാം അല്ലെ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജീനോടൈപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, ജീനോടൈപ്പ്. ജീനോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിനെ ലെറ്റേഴ്സ് വെച്ച് എഴുതുക. നിങ്ങളോട് ജീനോടൈപ്പ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ ഇങ്ങനെ ആയിരിക്കണം. ഓക്കെ, അഥവാ ലെറ്റേഴ്സ് ആയിരിക്കണം. ദിസ് ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അല്ലീൽ എന്നുള്ളതാണ് അല്ലെ. ഇതൊരു അല്ലീലാണ്, ഇതൊരു അല്ലീലാണ്. സോ ദിസ് ഈസ് ദ അല്ലീലാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ക്യാരക്ടറിനെ ഡിനോട്ട് ചെയ്യാൻ 2 അല്ലീലുകളാണ് ഉപയോഗിക്കുക. ഇവിടെ അങ്ങനെ തന്നെ അല്ലേ. ദിസ് ഒരു അല്ലി, ഇതൊരു അല്ലീലാണ്, ഇതൊരു അല്ലീലാണ്, ഇത് അല്ലീലാണ്. ഇതൊക്കെ നമ്മൾ ഒരു ക്യാരക്ടറിന് എന്താ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 അല്ലീലാണ് എന്നുള്ളതും നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഓക്കെ, അടുത്തതല്ലേ. അപ്പൊ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക, നമ്മളിങ്ങനെ ലെറ്റേഴ്സ് വെച്ചില്ല അല്ലീൽസ് അല്ലെ, അല്ലീൽസ് എഴുതുന്നതിനാണ് ജീനോടൈപ്പ്. ദാറ്റ് മീൻസ് ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ക്യാരക്ടർ ആണ് ജീനോടൈപ്പ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യം നേരെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. വാട്ട് ആർ ദ അല്ലീൽ ദാറ്റ് കൺട്രോൾ ദ സീഡ് ഷേപ്പ് എന്നുള്ളത് അല്ലെ. നമ്മൾ പറഞ്ഞു അല്ലീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? യെസ്, ആ ഒരു ക്യാരക്ടറിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടുത്തെ അല്ലീൽ ഏതായിരിക്കും? യെസ്, ഇവിടെ എന്താണ്? വാട്ട് ആർ ദ അല്ലീൽ കൺട്രോൾ ദ സീഡ് ഷേപ്പ് അല്ലെ. ഏതൊക്കെയാണ് അല്ലീലുകൾ? അപ്പൊ മനസ്സിലേക്ക് വരണം, ലെറ്റേഴ്സ് ആണ് ആൻസർ ആയിട്ട് വരിക. സോ ക്യാപിറ്റൽ R എന്ന് പറയുന്നതും സ്മോൾ r എന്ന് പറയുന്നതുമാണ് അല്ലീൽ എന്നുള്ളത്. സോ അല്ലീൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസേഴ്സ് ഇങ്ങനെ ആയിരിക്കണം. ഫൈൻ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Write the phenotype and genotype of F1. നമ്മൾ ഓൾറെഡി നമുക്ക് ഇവിടെ ആരെ കിട്ടിയിട്ടുണ്ട്? ജീനോടൈപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ജീനോടൈപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ഇതാണ്. നമ്മളോട് ചോദിച്ചത് F1-ൻ്റെതാണ്, അത് ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഫീനോടൈപ്പ് ആൻഡ് ജീനോടൈപ്പ് ഓഫ് എ പാരന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ഇതിലേതായിരിക്കണം. ഓക്കെ, ഇവിടെ എന്താ ചോദിച്ചേ? F1-ൻ്റെതാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ. സോ ക്യാപിറ്റൽ R, സ്മോൾ r. ഓക്കെ, അടുത്തതാണ് ഫീനോടൈപ്പ്. ഫീനോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു എന്നാണ്. അഥവാ റൗണ്ട് ആണോ, റിങ്കിൾഡ് ആണോ, അല്ലെങ്കിൽ കളറൊക്കെ ആണ് എടുത്തിട്ടുണ്ടെങ്കിൽ വൈറ്റ് ആണോ, പിങ്ക് ആണോ എന്ന് എഴുതുന്നതാണ് നമ്മുടെ ഫീനോടൈപ്പ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ ഇതിന്റെ ഫീനോടൈപ്പ് കണ്ടുപിടിക്കുക? ഇതാണ് ജീനോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ എന്താണ്? മെൻഡലിന്റെ ലോ ഓഫ് ഡോമിനൻസ് പഠിച്ച ആൾക്കാരാണ്. അതിലെന്താ പറഞ്ഞേ?
യെസ്, ഒരു ക്യാരക്ടർ എപ്പോഴും അതർ ക്യാരക്ടേഴ്സിനെ ഡോമിനേറ്റ് ചെയ്യും എന്നുള്ളത് ഇവിടെ ഞാൻ പറഞ്ഞു അല്ലെ. ക്യാപിറ്റൽ ആർ ആണ് ഡോമിനന്റ്. ഇവിടെ ഈ ഒരു സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ അത് റെസസീവ് കണ്ടീഷൻ ആണ്. അപ്പൊ എപ്പോഴും ഈ ഒരു ആർ ആരെ ഡോമിനേറ്റ് ചെയ്യും? സ്മോൾ ആറിനെ ഡോമിനേറ്റ് ചെയ്യും. അപ്പൊ ആരെ ക്യാരക്ടറാ കാണിക്കുക? യെസ്, ഈ ഒരു ക്യാരക്ടർ ആണ്. സോ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരാണ്? യെസ്, ദാറ്റ് ഈസ് ദ റൗണ്ട് ആണ്. സോ ഇവിടെ ആരാണ് കിട്ടുക? റൗണ്ട് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ദിസ് ഈസ് ദ ലോ ഓഫ് ഡോമിനൻസ്. അപ്പൊ ഫീനോടൈപ്പ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ റൗണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Illustrate the hybridization of a F1 generation with wrinkled seed pit. അപ്പൊ നമ്മളോട് പറഞ്ഞെന്താ? ഇല്ലുസ്ട്രേറ്റ് ദ ഹൈബ്രിഡൈസേഷൻ അല്ലെ. ഹൈബ്രിഡൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതുപോലെ ക്രോസുകൾ എഴുതുന്നതിനാണ്. ഓഫ് എ F1 ജനറേഷൻ അല്ലെ. F1 ജനറേഷൻ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു വായിക്കണം. F1 ജനറേഷൻ വിത്ത് ദ wrinkled സീഡ് പ്ലാന്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ. നമ്മളോട് എന്താ പറഞ്ഞ? F1 എന്നുള്ളതാണ്. സോ F1 എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഡൗട്ട് ഇല്ലല്ലോ? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വിത്ത്, ശ്രദ്ധിക്കണേ, wrinkled സീഡ് അല്ലെ. wrinkled എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? wrinkledനെ ഏത് ലെറ്റർ യൂസ് ചെയ്തിട്ടാണ്? ദാറ്റ് ഈസ് സ്മോൾ ആർ. സ്മോൾ ആർ മനസ്സിലായോ? അപ്പം ഇവിടെ എന്താണോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് അതാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, യെസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഹൈബ്രിഡൈസേഷൻ നോക്കാം അല്ലെ. യെസ്, ഇതാണ് നമ്മുടെ പാരന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ റൗണ്ട് ആണ്. സോ റൗണ്ട് ആണെന്ന് പറയാൻ കാരണം എന്താ? യെസ്, ഇവിടെ ക്യാപിറ്റൽ ആർ വന്നിട്ടുണ്ട്. ക്യാപിറ്റൽ ആർ ആണ് ഡോമിനന്റ്. അപ്പൊ ഒന്നും നോക്കണ്ട, നേരെ റൗണ്ട് എന്ന് എഴുതാം. സോ ഇതാരായിരിക്കും? ദിസ് ഈസ് ദ wrinkled അല്ലെ. സോ ഇവിടെ എന്താ? റെസസീവ് ക്യാരക്ടർ മാത്രമേ ഉള്ളൂ. ഓക്കെ, അതെ അല്ലെ. ഇതാണ് പാരന്റ്സ് എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഹൈബ്രിഡൈസേഷൻ എഴുതുമ്പോഴും ഇങ്ങനെയാണ്. അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ഗ്യാമേറ്റ്സുകളാണ് എഴുതേണ്ടത്. ഓക്കെ, ഗ്യാമേറ്റ്സുകൾ നമുക്ക് എഴുതാം അല്ലെ. നമുക്ക് നോക്കാം അല്ലെ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാരന്റ് എന്ന് പറയുന്നത്. സോ ഇതിൽ രണ്ട് ടൈപ്പ് അല്ലെ, രണ്ട് ടൈപ്പ് അല്ലീലുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? യെസ്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന ഒരു ഗ്യാമേറ്റും കിട്ടും ആൻഡ് സ്മോൾ ആർ എന്ന് പറയുന്ന ഒരു ഗ്യാമേറ്റ്സും കിട്ടും. ഓക്കെ, ഈ ഒരു പാരന്റിൽ നിന്ന് ക്യാപിറ്റൽ ആർ അല്ലെ. കണ്ടോ? ഈ ഒരു ടൈപ്പും കിട്ടും, ഈ ഒരു ടൈപ്പും കിട്ടും. ഫൈൻ. അടുത്ത നോക്കാം അല്ലെ. ഇവിടെ നോക്കൂ, രണ്ടും ഒരുപോലെയാണ് അല്ലെ. ഒരു സ്മോൾ ആർ എന്ന് പറയുന്ന ഒറ്റ ടൈപ്പേ ഉള്ളൂ. സോ നമ്മുടെ ഗ്യാമേറ്റ്സ് എങ്ങനെയായിരിക്കും? സ്മോൾ ആർ. ഓക്കെ, യെസ്. അപ്പൊ ഗ്യാമേറ്റ്സ്. അപ്പൊ അടുത്ത സ്റ്റെപ്പ് ഗ്യാമേറ്റ്സ് കിട്ടി. ഇനി നമുക്ക് എന്താ? നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാക്കുക. നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? ഇതാണ് F1 അല്ലെ. സോ F1നെ വീണ്ടും ക്രോസ് ചെയ്തിട്ടാണ് കിട്ടുന്നത്. അടുത്ത നമുക്ക് F2 ആണ് ഉണ്ടാക്കേണ്ടത്. അടുത്ത നമുക്ക് എന്ത് ചെയ്യണം? റിസൾട്ട് എഴുതണം. റിസൾട്ട് എഴുതാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഈ ഒരു ഗ്യാമേറ്റ് അല്ലെ, ഇതൊരു പാരന്റ്, ഇതൊരു പാരന്റ്, അതിലുള്ള ഗ്യാമേറ്റ്സുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്യിപ്പിക്കണം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ. യെസ്, ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. ഈ ഒരു പാരന്റിലെ ക്യാപിറ്റൽ ആറും ഈ ഒരു സ്മോൾ ആറും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ക്യാപ്പിനെ ഒന്നും നോക്കണ്ട അല്ലെ. വരച്ചിട്ട് ഈ ഒരു ഇതും അതുപോലെ എഴുതിയാൽ മതി. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇവിടെ കണ്ടോ? ഇത് രണ്ടാണ് അടുത്ത കോമ്പിനേഷൻ. സ്മോൾ ആർ സ്മോൾ ആർ. അതായത് ഈ ഒരു രണ്ട് ടൈപ്പ് അല്ലെ, ഇതിലുള്ള രണ്ട് ഗ്യാമേറ്റുകളും ഈ ഒരു ഇതുമായിട്ട് എന്ത് ചെയ്യുന്നു? ഫ്യൂസ് ചെയ്യുന്നു. ദിസ് ഈസ് ദ നെക്സ്റ്റ് ജനറേഷൻ. ഫൈൻ. അപ്പൊ ഇതെങ്ങനെയായിരിക്കും? ഇങ്ങനെ എഴുതുന്നതിനെ നമ്മൾ ജീനോടൈപ്പ് എന്നാണ് പറയുന്നത്. ആൻഡ് ഫീനോടൈപ്പും കൂടെ എഴുതണം. എന്തായിരിക്കും? യെസ്, റൗണ്ട് ആണ്. റൗണ്ട് ആവാൻ കാരണം ഇവിടെ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് ലോ ഓഫ് ഡോമിനൻസ്. അപ്പൊ ആർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണും പൂട്ടി നിങ്ങൾക്ക് റൗണ്ട് എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ കണ്ടോ? ഈ സ്മോൾ ആർ ആണ്. സോ ദിസ് ഈസ് ദ wrinkled അല്ലെ. റെസസീവ് ക്യാരക്ടർ ആണ്. സോ wrinkled. ഫൈൻ. ഇങ്ങനെയാണ് ജീനോടൈപ്പും ഫീനോടൈപ്പും എഴുതേണ്ടത്. അപ്പൊ ഇല്ലുസ്ട്രേറ്റ്, ഇതിനെയാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഇല്ലുസ്ട്രേഷൻ. ഫൈൻ. അപ്പൊ നിങ്ങൾ ആദ്യം എഴുതാ പാരന്റ്സ് എഴുതിയെന്ന് ഉറപ്പ് വരുത്തുക. അതിന്റെ ജീനോടൈപ്പ് എഴുതാ, ഫീനോടൈപ്പ് എഴുതാ. നെക്സ്റ്റ് ഗ്യാമേറ്റ്സുകൾ. അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കണം? ഗ്യാമേറ്റ്സുകൾ ആയിരിക്കണം. ഗ്യാമേറ്റ്സ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാ? യെസ്, ഇവരെ ഹൈബ്രിഡൈസേഷൻ ചെയ്തിട്ട് റിസൾട്ട് എന്ത് കിട്ടുന്നു എന്നുള്ളത്. ആ റിസൾട്ട് എഴുതുമ്പോഴും ജീനോടൈപ്പും ഫീനോടൈപ്പും നിർബന്ധമായിട്ടും എഴുതാം. ഓക്കെ ആണോ? ദിസ് ഈസ് ഈ കേസിൽ എന്താണ്? ഇതാണ് F2 എന്ന് പറയുന്നത്. ഫൈൻ. അപ്പൊ ഇങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് സ്വന്തമായിട്ട് എന്ത് ചെയ്യുക? ഒന്ന് എഴുതി തന്നെ പഠിക്കണം. എന്നാലേ നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ പറ്റുള്ളൂ. ആൻഡ് ഇവിടെ ചോദിച്ചുള്ള ഈ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ അല്ലേ? യെസ്. അടുത്ത നമുക്കല്ലേ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ നമ്മൾ മോണോ ഹൈബ്രിഡ് ആണ് ടെസ്റ്റ് ചെയ്തത്. അടുത്ത് നമുക്ക് നോക്കാം. ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ എന്നുള്ളതാണ്. സോ ഇവിടെ നോക്കാം. യെസ്, ടോൾ ആൻഡ് റൗണ്ട് സീഡ് അല്ലെ.
അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ടോൾ എന്ന് പറയുന്നത് റൗണ്ട് ഉണ്ട്. അപ്പൊ ഇവിടെ എന്താ രണ്ട് ക്യാരക്ടർ, എന്താ ടോൾ ആൻഡ് wrinkled എന്നുള്ള ഒറ്റ ക്യാരക്ടർ എടുത്തിട്ടുള്ളൂ. ഇവിടെ എടുത്തിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താണ്? യെസ്, സീഡിന്റെ ഷേപ്പ് എന്ന് പറയുന്ന ക്യാരക്ടറും കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ പ്ലാന്റ് ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടറും കൺസിഡർ ചെയ്തിട്ടുണ്ട് അല്ലേ? യെസ്, ഇവിടെ നോക്കാം. സീഡ് ഷേപ്പ് എന്ന് പറയുമ്പോൾ റൗണ്ടും ഉണ്ട്, അതേപോലെ തന്നെ wrinkled ഉണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണേ. ആൻഡ് എന്താ ടോൾ അല്ലെ, ദാറ്റ് ഈസ് ടോളും ഉണ്ട്, അതേപോലെ തന്നെ ഡോർഫും ഉണ്ട്. അപ്പൊ ഇവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക, രണ്ട് ക്യാരക്ടർ ആണ്. സീഡിന്റെ ഷേപ്പ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറും പ്ലാന്റിന്റെ ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടറും. ഓക്കെ, ആൻഡ് ഓൾസോ വെന്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ക്യാരക്ടർ എന്തിന്റെ രണ്ട് കോൺട്രാസ്റ്റിംഗ് ആണ് എപ്പോഴും സെലക്ട് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ദാറ്റ് ഈസ് റൗണ്ട് ആൻഡ് wrinkled. പ്ലാൻ ഹൈറ്റ് വരുമ്പോഴും ടോളും ഡോർഫും. ഇവിടെ അതുപോലെ തന്നെയാണ്. ഇവിടെ ഒരൊറ്റ ക്യാരക്ടറേ ഉള്ളൂ. ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താണ്? സീഡിന്റെ ഷേപ്പ് ആണ്. സോ സീഡിന്റെ ഷേപ്പ് എന്ന് പറയുന്ന ക്യാരക്ടറിൽ റൗണ്ട് എടുത്തു, wrinkled എടുത്തു. അതുകൊണ്ട് ഇത് മോണോ ഹൈബ്രിഡ് ആയി. ഇവിടെ രണ്ട് ക്യാരക്ടർ കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് ഇത് ഡൈ ഹൈബ്രിഡ് ആയി. ഓക്കെ അല്ലേ? സോ ഡൈ ഹൈബ്രിഡ് ശ്രദ്ധിക്കുക. ഇവിടെ എന്താണ്? ടോൾ ആൻഡ് റൗണ്ട് സീഡഡ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉള്ള പ്ലാന്റും ആൻഡ് അടുത്തത് ഡോർഫ് ആൻഡ് wrinkled എന്ന് പറയുന്ന ക്യാരക്ടർ. ഓക്കെ, യെസ്, ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ സെയിം ആയിട്ടുള്ള ആ ഒരു എക്സ്പെരിമെന്റ് തന്നെയാണ്. സോ ഇവിടെ ശ്രദ്ധിക്കാം. ഇവിടെ എന്താണ്? ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ ആണ് എടുത്തിട്ടുള്ളത് അല്ലേ? യെസ്, ദിസ് ഈസ് ദ ടോൾ ആണ് ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോളിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റൗണ്ടിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. യെസ്, ഇവിടെ എന്താ കൊടുത്തിട്ടില്ല. ഫൈൻ. യെസ്, ഇവിടുന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ഗ്യാമേറ്റ്സ് ഏതാന്ന് തന്നിട്ടുണ്ട് അല്ലെ? എന്താ? സ്മോൾ ടി സ്മോൾ ആർ എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം അല്ലെ, നമുക്കറിയാം എങ്ങനെ എടുത്തു കഴിഞ്ഞാലാണ് സ്മോൾ ടി സ്മോൾ ആർ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് സ്മോൾ ടി സ്മോൾ ആർ എന്ന് പറയുന്ന ഗ്യാമേറ്റ്സ് കിട്ടുക. ഓക്കെ, അപ്പം ഇവിടെ എന്തായിരിക്കും ഇതിന്റെ ഒരു ജീനോ ടൈപ്പ് എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് സ്മോൾ ടി സ്മോൾ ആർ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ചിന്തിക്കാം. ഓക്കെ, കാരണം ഇവിടെ ഒറ്റ ഗ്യാമേറ്റ്സ് ഉള്ളൂ. ഒന്നെങ്കിൽ ഈ രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ടോളിന്റെ എന്താ ആൾട്ടർനേറ്റ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ ആണ് ഡോർഫ് എന്നുള്ളത്. സോ ഡോർഫ് കിട്ടണം എന്നുണ്ടെങ്കിൽ, അഥവാ ഡോർഫ് എന്ന് പറയുന്ന ക്യാരക്ടർ കിട്ടണം എന്നുണ്ടെങ്കിൽ സ്മോൾ ആയിരിക്കണം. ഓക്കെ, സ്മോൾ ടി. അപ്പൊ സ്മോൾ ടി എന്ന് പറയുന്നതാണ് എന്ത്? യെസ്, ഡോർഫ് എന്ന് പറയുന്നത്. സ്മോൾ ആർ എന്നുള്ളതാണ് നമ്മുടെ wrinkled എന്ന് പറയും. തൊട്ട് മുന്നത്തെ കണ്ടീഷനിലും അങ്ങനെ തന്നെ അല്ലായിരുന്നോ? രണ്ട് സ്മോൾ ആർ കിട്ടിയപ്പോഴാണ് നമുക്ക് wrinkled കിട്ടിയത്. ഓക്കെ, നമുക്ക് അങ്ങനെ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് രണ്ടും എന്താ? റിസസീവ് കണ്ടീഷൻ ആണ്. സോ റിസസീവ് കണ്ടീഷനും കിട്ടണം എന്നുണ്ടെങ്കിൽ രണ്ട് ലെറ്റേഴ്സ് ഒന്ന് സ്മോൾ ലെറ്റേഴ്സിലായിരിക്കണം. സോ സ്മോൾ ടി സ്മോൾ ആർ. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പം ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ കത്തും. അല്ലെങ്കിൽ പുറത്തുനിന്നൊരു എക്സാമ്പിൾ തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ വേണം ചിന്തിക്കാൻ. ഫൈൻ. യെസ്, അടുത്ത നമ്മളോടൊപ്പം നമ്മൾ ഇത് ഫില്ല് ചെയ്തു. അടുത്ത നമ്മളോട് ഇതാണ് ചോദിച്ചിട്ടുള്ളത്, ക്യാപിറ്റൽ ടി. ഇതിന്ന് ഗ്യാമേറ്റ്സ് എഴുതാനാണ്. വളരെ സിമ്പിൾ ആണ്. നമ്മൾ എങ്ങനെ എഴുതാം? യെസ്, ഇതാണ് ഒരു പെയർ, ഇതാണ് ഒരു പെയർ അല്ലെ? സോ ഈ ഒരു പെയറിൽ നിന്ന് ക്യാപിറ്റൽ ടി എന്നൊരു പറയുന്ന പെയറും ഇതിൽ നിന്ന് ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന ഒരു പെയറുമാണ് ഉണ്ടാവുക. സോ കണ്ടോ, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് പറയുന്നത്. സോ എ ആൻഡ് ബി നമ്മളോട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞത്. നമ്മളിവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ F1 പ്ലാന്റ്സ് എന്നാണ് ചോദിച്ചത്. F1ന്റെ എന്താ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടേ? ഫീനോടൈപ്പ് എന്താണ് എന്നുള്ളതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്താ ഫീനോടൈപ്പ്? നമുക്കറിയാം. യെസ്, ഞാൻ പറഞ്ഞു. ഇവിടെ കണ്ടോ, ക്യാപിറ്റൽ ടി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? യെസ്, ദാറ്റ് ഈസ് ടോൾ ആണ് എന്ന് എഴുതാം. കാരണം എന്താ? ലോ ഓഫ് ഡോമിനൻസ്. പിന്നെ അതിൽ സംശയിക്കേണ്ട. പിന്നെ കണ്ടോ, ഈ ഒരു പെയറാണുള്ളത്. സോ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാപിറ്റൽ ആർ വന്നിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ക്യാപിറ്റൽ ആർ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് എഴുതാം? ദാറ്റ് ഈസ് റൗണ്ട് എന്ന് എഴുതാം. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതുന്നത്? ലോ ഓഫ് ഡോമിനൻസ് ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, വൈ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് ലോ ഓഫ് ഡോമിനൻസ് എന്നുള്ളതാണ്. ഫൈൻ. യെസ്,
അപ്പൊ നമ്മളോട് ഇവിടെ F1ന്റെ കാര്യം ചോദിച്ചിട്ടുള്ളൂ ഈ ഒരു ക്വസ്റ്റ്യനിൽ. ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, F2 റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ നിങ്ങളോട് പറയാ എന്താണ് ഇല്ലുസ്ട്രേറ്റ് ദ F2 ഹൈബ്രിഡൈസേഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ എഴുതും? യെസ്, F2 നമ്മൾ എങ്ങനെ ജനറേറ്റ് ചെയ്തിരുന്നത്? F1 ആരാണോ അവരെ സെൽഫ് ചെയ്യുന്നു. ഓക്കെ, അതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള അതർ എക്സ്പെരിമെന്റ്. അപ്പൊ നമുക്ക് ഇവിടെ F2 കിട്ടിയത് അല്ലെ, F1 ആരാണ് കിട്ടിയത്? ടോൾ അല്ലെ. ദാറ്റ് ഈസ് ക്യാപിറ്റൽ T സ്മോൾ t ക്യാപിറ്റൽ R സ്മോൾ r. യെസ്, നമ്മൾ F2 ജനറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ F1ൽ ആരാണോ കിട്ടിയത് അവരായിട്ട് എന്ത് ചെയ്യുന്നു? സെൽഫ് ചെയ്യുന്നു. സെൽഫിങ് മീൻസ് സെയിം ആയിട്ടുള്ള ആളായിട്ടും ക്രോസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ക്രോസ് ചെയ്തു. ഇല്ലുസ്ട്രേഷനിലെ ഹൈബ്രിഡൈസേഷൻ പറഞ്ഞ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടേ? സോ ഗ്യാമേറ്റ്സ് എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, ഗ്യാമേറ്റ്സ് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം അല്ലെ, ലോ ഓഫ് ഇൻഡിപെൻഡൻസ് ഉണ്ട്. സോ ഇവിടെ എന്താ, എല്ലാ സ്ഥലത്തും സെഗ്രിഗേഷൻ നടക്കുന്നുണ്ട്. 4 ടൈപ്പ് ഗ്യാമേറ്റുകൾ കിട്ടും എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഗ്യാമേറ്റ്സ് വരിക? യെസ്, ക്യാപിറ്റൽ ടി അല്ലെ, ഈ ഒരു കോമ്പിനേഷന്റെ കൂടെ ഈ ഒരാൾ വരും. സോ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ, ഈ ഒരു ക്യാപിറ്റൽ ടിന്റെ കൂടെ ഈ ഒരു കോമ്പിനേഷൻ വരും. സോ ക്യാപിറ്റൽ ടി സ്മോൾ ആർ. ഓക്കെ, അടുത്തത് ആരാണ്? യെസ്, ഈ ഒരു സ്മോളിന്റെ കൂടെ ഈ ഒരു ക്യാപിറ്റൽ ആർ, സ്മോൾ ടി ക്യാപിറ്റൽ ആർ വരും. ഈ ഒരു സ്മോൾ ടിന്റെ കൂടെ ഈ ഒരു സ്മോൾ ആർ, സ്മോൾ ടി സ്മോൾ ആർ. ഈ 4 ടൈപ്പാണ് വരിക. ഇതാണ് ഇവിടെ ഉണ്ടാവുക. സോ അതേപോലെ തന്നെ ഇവിടെയും എന്തുണ്ടായിരിക്കും? സെയിം ടൈപ്പ് ഓഫ് ഗ്യാമേറ്റ് ഉണ്ടാവും. കാരണം സെയിം ടൈപ്പ് ഓഫ് ജീനോ ടൈപ്പ് ആണ്. അപ്പൊ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ടി ആൻഡ് ക്യാപിറ്റൽ ടി സ്മോൾ ആർ ആൻഡ് പിന്നെ എന്ത് വരും? സ്മോൾ ടി ക്യാപിറ്റൽ ആർ ആൻഡ് സ്മോൾ ടി സ്മോൾ ആർ. യെസ്, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇതാണ് ഒരു പാരന്റ് അല്ലെ. സോ ദിസ് ഈസ് ദ ഒരു പാരന്റ്, ദിസ് ഈസ് ദ അനദർ പാരന്റ്. അപ്പൊ ഇതൊരു പാരന്റിൽ നിന്ന് ക്യാരക്ടർ, ഇത് രണ്ടാമത്തെ പാരന്റിൽ നിന്ന് കിട്ടുന്ന ക്യാരക്ടർ. ആൻഡ് ഇതെന്ത് ചെയ്യണം? ഇങ്ങനെ ക്രോസ് ചെയ്യണം. സോ ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ കോംപ്ലിക്കേഷൻസ് വരുന്നതുകൊണ്ട് നമ്മൾ പുന്നർ സ്ക്വയറിലാണ് റെപ്രസെന്റ് ചെയ്യുക. ആൻഡ് ഓൾസോ 16 കോളംസ് വരച്ചിട്ട് എന്ത് ചെയ്യും? ഒരു സ്ഥലത്ത് കിട്ടിയിട്ട് ഗ്യാമേറ്റ് ഒരു ഇതിലെഴുതും ആൻഡ് അതർ കിട്ടിയിട്ട് ഉള്ളത് ഇവിടെയും എഴുതും. ഓക്കെ, കൃത്യമായിട്ട് എഴുതാൻ അറിയണം അഥവാ F2 ചോദിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, യെസ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? യെസ്, ഈ ഒരു കോളത്തിൽ എന്താണ് എഴുതേണ്ടതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഈ 2 ഗ്യാമേറ്റുകളാവും ഇവിടെ വരിക. ആൻഡ് ഇതാണെന്നുണ്ടെങ്കിൽ ഈ അല്ലെ, ഈ ഒരു ഗ്യാമേറ്റും ഈ ഒരു ഗ്യാമേറ്റും ആണ് ഇവിടെ വരിക. അപ്പൊ നിങ്ങൾ ഈ ഒരു കോളം കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? ഇതിന്റെ മുകളിൽ ഏതാണോ ഉള്ളത് ആൻഡ് ഓൾസോ ഇവിടെ ഏതാണോ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ ലെറ്റേഴ്സ് എഴുതിയാൽ മതി. ഫോർ എക്സാമ്പിൾ, ഈ ഒരു കോളത്തിൽ നമ്മൾ എഴുതാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? ഈ ഒരു അല്ലെ, ഈ ഒരു കോളാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പം ഇതും ആൻഡ് ഇതുമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൺസിഡർ ചെയ്യേണ്ടത്. സോ ഇവിടെ എന്തുണ്ട്? ക്യാപിറ്റൽ, ഇവിടെ ആരുണ്ട്? ക്യാപിറ്റൽ ടി ഉണ്ട് ആൻഡ് ഇവിടെ സ്മോൾ ടി അല്ലെ, ഇതിൽ സ്മോൾ ടി ആണ്, ഇവിടെ ക്യാപിറ്റൽ ആർ ആണ്. സോ ക്യാപിറ്റൽ ആർ, ഇവിടെ സ്മോൾ ആർ ആണ്. സോ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആണ് ഉണ്ടാവുക. അങ്ങനെ എന്ത് ചെയ്യണം? യെസ്, ഈ ഒരു 16 കോളംസും നിങ്ങൾ ഫില്ല് ചെയ്യണം. ഇത് നമ്മൾ ജീനോടൈപ്പ് എന്നാണ് പറയാ. ആൻഡ് എന്ത് ചെയ്യുക? അതിന്റെ ഫീനോടൈപ്പ് എഴുതണം. ഫീനോടൈപ്പ് എങ്ങനെ എഴുതാ? ഈ ഒരു റൂൾ നോക്കിയാൽ മതി. യെസ്, ക്യാപിറ്റൽ ടി എവിടെ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് കണ്ണും പൂട്ടി ടോൾ എഴുതാം. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലെ. ഇവിടെ ക്യാപിറ്റൽ ടി വന്നു, അതുകൊണ്ട് നമുക്ക് ടോൾ ആണ്. ഇവിടെ നോക്കാം, സ്മോൾ ടി ആണ്. സ്മോൾ ടി വന്നു കഴിഞ്ഞാൽ അല്ലെ, സ്മോൾ ടി വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, രണ്ടും സ്മോൾ ആണ് എന്നുള്ളത് എൻഷുർ ചെയ്യുക. 2 സ്മോൾ ആണെന്നുണ്ടെങ്കിൽ അവർ ഡോർഫ് ആയിരിക്കും. ഫൈൻ, ഇവിടെ നോക്കൂ, ക്യാപിറ്റൽ ടി വന്നു, ടോൾ. എവിടെ ക്യാപിറ്റൽ ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണും പൂട്ടി ടോൾ എഴുതാം. ആൻഡ് ഓൾസോ ക്യാപിറ്റൽ ആർ വന്നു കഴിഞ്ഞാൽ അത് റൗണ്ട് ആയിരിക്കും. അല്ലാത്ത കോമ്പിനേഷൻ എന്ന് പറയുന്നത് എന്താ? ഇവിടെ കണ്ടോ, 2 സ്മോൾ ടി ആണ്, സോ ഡോർഫ് ആണ്. ആൻഡ് 2 സ്മോൾ ആർ ആണ്, സോ റിങ്കിൾഡ് ആണ്. അതായത് ഈ ഒരു റൂള് നോക്കിയാൽ മതി അല്ലെ. ക്യാപിറ്റൽ ടി ഉണ്ടെങ്കിൽ അവർ ടോൾ ആയിരിക്കും, ക്യാപിറ്റൽ ആർ ആണെന്നുണ്ടെങ്കിൽ റൗണ്ട് ആണ്. സോ എന്താ, റിസസീവ് ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ 2 സ്മോൾ ലെറ്റേഴ്സ് വരണം, എന്നാലാണ് ആ ഒരു ക്യാരക്ടർ കിട്ടുള്ളൂ. ഓക്കെ, ഈ ഒരു റൂള് മനസ്സിൽ വിചാരിക്കണം. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്യാൻ വേണ്ടി വരും. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കുക. ഈ ഒരു 16 അല്ലെ. സോ ഫീനോടൈപ്പും ജീനോടൈപ്പും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, യെസ്. ഇവിടുന്ന് കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലായി മെയിൻ ആയിട്ട് 4 ടൈപ്പ് ഫീനോടൈപ്പുകളാണ് കിട്ടുന്നത്. സോ ടോൾ റൗണ്ട് എന്ന് പറയുന്ന ഒരു ഫീനോടൈപ്പും, ടോൾ വ്രിങ്കിൾഡ് ഉണ്ട്, ഡോർഫ് റൗണ്ട് ഉണ്ട്, ഡോർഫ് വ്രിങ്കിൾഡ് ഉണ്ട്. അപ്പൊ ഇതിന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ പറയുന്ന 4 എണ്ണത്തിൽ അല്ലെ, ടോൾ റൗണ്ട് എന്ന് പറയുന്നതും ടോൾ വ്രിങ്കിൾഡ് എന്ന് പറയുന്നതും എന്താണ്? പാരന്റ് ആണ്. എന്താണ്? പാരന്റ് ആണ്. സോ പാരന്റ് ജനറേഷനിൽ നമ്മൾ എടുത്തിട്ടുള്ള ആളുകളാണ്. സോ ഇത് 2 അല്ലെ F1 കിട്ടാത്തത് കണ്ടോ?
യെസ്, ടോൾ റൗണ്ടും ഡോർഫ് വ്രിങ്കിൾഡും നമ്മൾ ഓൾറെഡി പാരന്റ്സിൽ എടുത്ത ഒരു ക്യാരക്ടർ ആണ്. സോ അതിനെ നമ്മൾ പാരന്റൽ കോമ്പിനേഷൻ എന്നാണ് പറയാ. അല്ലാത്ത രണ്ടാളുകളിലെ പുതിയൊരു കോമ്പിനേഷൻ നമുക്ക് എന്തുണ്ട്, F2 കിട്ടുന്നുണ്ട്. സോ ഇവരെ നമ്മൾ റീകോംബിനന്റ് എന്നാണ് പറയാ. സോ റീകോംബിനന്റ്. ഫൈൻ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു F2 മനസ്സിലാക്കണം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇത് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. ഫൈൻ. Observe the illustration of a dihybrid cross considering the height of a plant and shape of a seed. Answer the question. Okay, so dihybrid ആലെ തന്നിട്ടുള്ളത് ടോളും റൗണ്ടും തന്നെയാണ്. ഡോർഫ് ആൻഡ് വ്രിങ്കിൾ സെയിം എക്സാമ്പിൾ ആണ്. ഇത് നമ്മളെന്താ നോക്കാം, നമ്മളോട് ഇവിടെ ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ അത് പഠിച്ച ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാം, എന്തായാലും ഇത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. യെസ്, നമുക്ക് നോക്കാം അല്ലെ. ഇവിടെ എന്താ ഒരൊറ്റ ടൈപ്പ് ഉള്ളൂ. സോ ക്യാപിറ്റൽ ടി വരും. ഇവിടെ എന്താ ഈ ഒരു ആറിൽ നിന്ന് ഒരാൾ. സോ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ. ഇവിടെ കണ്ടോ, ദിസ് ഈസ് ഓൾസോ സ്മോൾ ടി. ദെൻ ഇതാണ് നമ്മുടെ ഫില്ല് ചെയ്യേണ്ടത്. ദെൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഗ്യാമേറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ആരൊക്കെയാണോ ഉള്ളത് അത് അതുപോലെ എഴുതിയാൽ മതി. എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ആദ്യം ക്യാപിറ്റൽ ലെറ്റർ എഴുതുക, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, യെസ് അതിന്റെ സ്മോൾ ലെറ്റർ എഴുതുക, പിന്നെ എന്ത് ചെയ്യുക, അടുത്ത ക്യാരക്ടറിന്റെ ക്യാപിറ്റൽ ലെറ്റർ എഴുതുക, പിന്നെ എന്ത് ചെയ്യണം, അടുത്ത ക്യാരക്ടറിന്റെ സ്മോൾ ലെറ്റർ. അപ്പൊ ആദ്യം ക്യാപിറ്റൽ ലെറ്റർ എഴുതുക എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ ആണോ? യെസ്, ഇതെന്തായിരിക്കും, യെസ് ക്യാപിറ്റൽ ടി വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ടോൾ ആണ്. ക്യാപിറ്റൽ ആർ വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ റൗണ്ട് ആണ്. സോ ടോൾ ആൻഡ് റൗണ്ട്. ഓക്കെ, നമ്മളോട് യെസ് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞത്, നമ്മൾ ഓൾറെഡി ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? യെസ്, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. Are there any new trait appearing in the second generation and were not seen in the parent? Why? അല്ലേ, അപ്പിയറിംഗ് ഇൻ ദ സെക്കൻഡ് ജനറേഷനിൽ അപ്പിയർ ചെയ്യാത്തത് എന്തെങ്കിലും യെസ് F2 വന്നിട്ടുണ്ടോ? സോ ദിസ് ഈസ് ബേസിക്കലി F2 ഇതാണ് F2 കിട്ടുന്ന കോമ്പിനേഷൻ. ദിസ് ഈസ് ദ F2 ജനറേഷൻ വന്നിട്ടുണ്ടോ? യെസ്, ഒബ്വിയസ്ലി വന്നിട്ടുണ്ട്. കാരണം എന്താ, ഇത് മാത്രമായിരുന്നു പാരന്റ്സ്, അല്ലാത്ത ക്യാരക്ടറും കൂടെ വന്നിട്ടുണ്ട്. ഫൈൻ. വൈ എന്നുള്ളതാണ് ചോദിച്ചത്. എന്തുകൊണ്ടാണ്? ദാറ്റ് ഈസ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് അല്ലേ, നമ്മൾ സെക്കൻഡ് അല്ലേ, അതായത് ഡൈഹൈബ്രിഡ് ക്രോസ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പഠിച്ചിട്ടുള്ള ലോ എന്ന് പറയുന്നത്. അതിലെന്താ ബേസിക്കലി പറയുന്നത്, ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആവുമ്പോൾ സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈച്ച് അല്ലീൽസ് സെഗ്രിഗേറ്റ് ചെയ്യുന്നു എന്ന്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, യെസ് ഒരൊറ്റല്ലേ, അതായത് നമുക്ക് ഇങ്ങനെ, അതായത് ഗ്യാമേറ്റ്സ് എഴുതുമ്പോൾ ഇങ്ങനെയല്ല കിട്ടുന്നത്, നമുക്ക് ഒറ്റൊന്നായിട്ടാണ് നമ്മൾ എഴുതുന്നത്. സോ ഒരു അല്ലീലായിട്ട് എഴുതുന്നതിന് റീസൺ അതാണ്, ലോ ഓഫ് സെഗ്രിഗേഷൻ. സോ നമുക്ക് ഇങ്ങനെ 4 കോമ്പിനേഷൻ കിട്ടാൻ കാരണം ഇതാലെ ഒരു പെയർ, ദിസ് ഈസ് ദ അനദർ പെയർ ആണ്. സോ ഓരോ പെയറും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, സെഗ്രിഗേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് 4 കോമ്പിനേഷൻസ് ഓഫ് ഈ ഗ്യാമേറ്റ്സ് കിട്ടുന്നത്. സോ ആ ലോ എന്ന് പറയുന്നത് ലോ ഓഫ് ഇൻഡിപെൻഡന്റ്. അങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഗ്യാമേറ്റ് അടുത്ത പാരന്റും ഗ്യാമേറ്റുമായിട്ട് ഫോം ചെയ്ത് പുതിയൊരു കോമ്പിനേഷൻ ഫോം ചെയ്യാനുള്ള റീസൺ. ദാറ്റ് ഈസ് ദ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Why are the plants with a trait like a dwarfness and wrinkleness seed less frequent in F2 generation compared to the other? അല്ലെ, എന്തുകൊണ്ടാണ് ഡോർഫിനെസ് എപ്പോഴും കുറഞ്ഞു വരുന്നത്? സോ നമുക്ക് ഇവിടെ അറിയാം, ഇതാണ് നമ്മുടെ F2 കിട്ടുന്നത്. ഇത് 9 ആണ്. ദിസ് ഈസ് 3 and 1. ഇതല്ലേ റേഷ്യോ വരുമ്പോ യെസ് നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് ഇത് എണ്ണി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റേഷ്യോ ആണ് കിട്ടുക, 9:3:3:1. അപ്പൊ നമുക്കറിയാം അല്ലെ, ഡോർഫിനസ് എന്ന് പറയുന്ന ക്യാരക്ടർ എപ്പോഴും കമ്പാരിറ്റീവ്ലി കുറവാണ് വരുന്നത്. വൈ, എന്തുകൊണ്ടാ? കാരണം എന്താ, നമ്മൾ പഠിച്ചിട്ടുള്ള ലോ ഓഫ് ഡോമിനൻസ് ആണ്. എന്താണ്? ലോ ഓഫ് ഡോമിനൻസ്. അതുകൊണ്ടല്ലേ, കാരണം എന്താ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എവിടെ ക്യാപിറ്റൽ ടി വന്നു കഴിഞ്ഞാലും മറ്റാളല്ലേ, മറ്റേ ഒരു സ്മോൾ ടീന്റെ ക്യാരക്ടറിനെ മാസ്ക് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് ദ ഡോമിനേറ്റ്. ഇത് ഡോമിനേറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് എപ്പോഴും ഡോമിനന്റ് ക്യാരക്ടർ കുറവ് കിട്ടുന്നത്. സോ റിസസീവ് ക്യാരക്ടർ ആണ് ഇവിടുത്തെ ഡോർഫിനസും റിങ്കിൾനെസ്സും. സോ അതെന്ത് ചെയ്യുന്നത്, കുറഞ്ഞ പ്രൊപ്പോർഷൻസ് കിട്ടാനുള്ള റീസൺസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഡൈഹൈബ്രിഡും മോണോ ഹൈബ്രിഡും ഈ പറയുന്ന കൺസെപ്റ്റുകൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും എന്നുള്ളത് ഷുവർ ആണ്. സോ
4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിന്ന് വരിക. ആൻഡ് ഓൾസോ വേണമെങ്കിൽ ഒരു 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന് മാക്സിമം ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് ഈ ഒരു പോർഷൻ എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ കൃത്യമായിട്ട് മോണോ ഹൈബ്രിഡ് ക്രോസും ഡൈ ഹൈബ്രിഡ് ക്രോസുകളും എന്ത് ചെയ്യുക, ക്രോസ് എഴുതി തന്നെ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് അല്ലെ ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാലും എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ബുക്ക് എടുത്തിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഡൈ ഹൈബ്രിഡ് ആയിരിക്കും കുറച്ചും കൂടെ കൺഫ്യൂഷൻ വരുന്നുണ്ടാവുക. നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഈ ഒരു പോർഷൻസ് പഠിക്കുക. നമ്മൾ മോർ വീഡിയോസുമായിട്ട് ഇനിയും കാണാം. ആൻഡ് സീ യു.